بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. ശരിക്കണേ ഉസ്താദിന്റെ സ്നേഹം നിറഞ്ഞ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാഹ് എന്ന് പറയണം. എല്ലാവരും രാവിലെ ചായ കുടിച്ചിട്ടില്ലേ? ചായ കുടിക്കാതെ വന്നവരാരും ഇല്ലല്ലോ. എല്ലാവരും കുടിച്ചിനല്ലേ? ചായ രാവിലെ വരുമ്പോൾ കുടിച്ച് വന്നെങ്കിൽ രാവിലെ നമുക്ക് ക്ലാസ് കേൾക്കാൻ നല്ല ഉഷാറുണ്ടാവുമല്ലോ. ഇല്ലെങ്കിലോ എപ്പോഴും ഇങ്ങനെ ഉറക്ക ക്ഷീണത്തോടെ വന്ന് ഉറങ്ങിയ പോലെ ആകുമ്പോണ്ടല്ല ക്ലാസ് എടുക്കുന്ന ഉസ്താദിനും അത് ഉഷാറുണ്ടാവില്ല, നിങ്ങൾക്ക് ഉഷാറുണ്ടാവില്ല. രാവിലെ കുളിക്കലുണ്ടാവും, കുളിക്കാൻ നോക്കണേ. എന്നാലുണ്ടല്ല ഉറക്കച്ചടവെല്ലാം മാറും അല്ലേ? ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയണേ. നമ്മൾ മിഞ്ഞാന്ന് വീടുണ്ടാക്കിയിട്ടില്ലേ? വീടുണ്ടാക്കിയിട്ടില്ലേ? ലെവലില് എടുത്തു വെച്ച സാധനത്തിന്റെ പേരെന്നാ? വെരി ഗുഡ്. ആരാ പറഞ്ഞത്? ആള് നമ്മുടെ ഫാത്തിമയെ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവരും മറന്നുപോയി. ഏതാ ലബീനെന്ന് പറഞ്ഞേ. ഉസ്താദ് ഇങ്ങനെ ബോർഡിലൂടെ ഇങ്ങനെ ഈ ചവരിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന കുട്ടികൾ ലബീനും പറഞ്ഞുതരും. ഇതല്ലേ? അല്ലേ? ഇതല്ലേ? അവല്ല. ഇതല്ലേ? അവല്ലേ? ആണോ? അല്ല. ആ അഭിമാനത്തോടെ ശ്രദ്ധിക്കാത്തെ ഇതാണ് ലബിൻ അല്ലേ? നമ്മൾ ലബിൻ എന്ന് പഠിച്ച അക്ഷരത്തിന്റെ പേരും കൂടി പറയണേ. അലിഫല്ലേ പഠിച്ചത്? ലബിൻ പഠിച്ചപ്പോ അലിഫല്ലേ പഠിച്ച? അല്ല. മീമല്ലേ പഠിച്ചത്? മീമ പഠിച്ചത്? റമീനെ ഹംദാനെ ഇവിടെ നോക്ക്. മീമാണോ പഠിച്ചത്? ഇത് ദാലല്ലേ പഠിച്ചേ? ആണോ? അല്ലേ? പിന്നെ ഏതാ പഠിച്ചത്? പറഞ്ഞാട്ടെ. പിന്നെ ഏതാ പഠിച്ചത്? എന്താ പേര്? ഇയാൾക്ക് പേരില്ലേ? ഫർഹാൻ, ഇയാൾക്ക് പേരില്ലേ? ഈ അക്ഷരത്തിന്റെ പേരെന്താ? ലബിൻ എന്ന പേര് അക്ഷരത്തിന്റെ പേര് അല്ലല്ല. അയ്യോ പറഞ്ഞാക്കല്ല. 5 മാസം. ലാം എന്നാണ്. ലാമയല്ല, ലാം. എല്ലാരും ചുണ്ട് തുറന്നാട്ടെ. ലാന്ന് പറയും. ആരാ സ്കെയിലെടുത്ത ഉസ്താദിന്റെ? ലാന്ന് പറയുമ്പോ ചുണ്ട് തുറക്കണം, എന്നിട്ട് എന്ന് പറയുമ്പോ പൊട്ടണം. ലാം ലാം ലാം. ഇനി എല്ലാവരും നേരെ ബോർഡിലേക്ക് ശ്രദ്ധിക്കണേ. ബോർഡിലേക്ക് ശ്രദ്ധിക്കണേ. അയ്യറ എല്ലാ മക്കളും ഉസ്താദ് ചൂണ്ടിക്കാട്ടുന്ന അക്ഷരത്തിന്റെ പേര് വായിക്കണം. എല്ലാവരും വായിക്കണം. വായിക്കാത്ത ആളെ ഞാൻ നോക്കുന്നുണ്ട് കേട്ടാ. എന്നാ റെഡിയല്ലേ? നേരെ വായിക്കൂലേ? ഓക്കെ. നമ്മൾ ചുവപ്പ് കളർ കൊടുത്ത മഞ്ചനാക്കിയ ഇയാളാരാ? ഇവിടെ നോക്ക്. ഇവിടെ ഉസ്താദ് ഒരു നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ ചോദിക്കുമ്പോൾ അടുത്ത വായിക്കണേ. നമ്പർ 1 പറഞ്ഞ. നമ്പർ 1 ലാ. നമ്പർ 2 പറയേ ലീ. എന്താ ലീന്ന് വായിക്കാൻ കാരണം? ലാമിന് താഴെ ഉസ്താദ് എവിടെ എന്താ കൊടുത്തേ? പാതി കസറും ഫതഹൊന്നും പറയുന്നില്ലേ? ഇവിടെ എന്തുകൊണ്ടാ ലാന്ന് വായിക്കാൻ കാരണം? ഫതഹ് ഇട്ടത് കൊണ്ട്. ഇനി മൂന്നാമത്തെ മഞ്ഞ കളറിലാണ് ലോ. ഫറഹ മുസ്തഫ, എന്തുകൊണ്ടാണ് ഈ മൂന്നാമത്തെ മഞ്ഞ കളറുള്ള ലാമിനെ ലൂന്ന് വായിച്ചത്? മേലെ ലം ഉള്ളത് കൊണ്ട്.
സൈനബ്. ഇനി നിങ്ങൾ നോക്ക്, നാലാമത്തെ ആളാരാ? പറഞ്ഞ ലാമല്ലേ? ഇവിടെ നോക്കിയാ മതിയാ. ലാമിന് ഫതഹുണ്ടോ? ലാമിന് കസ്റുണ്ടോ? ലാമിന് ലമ്മുണ്ടോ? ലാമിന് സുക്കൂനുണ്ടോ? ഒന്നുമില്ല. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഫതഹും ഇല്ല, ചോദിക്കുന്ന ഉത്തരം പറയണേ. കസ്റും ഇല്ല, ലമ്മും ഇല്ല, സുക്കൂനുമില്ല. ആരാണ് ഞാൻ? ഫതഹിട്ടാൽ അത് ലായാണ്, കസറിട്ടാൽ അത്, ലമ്മിട്ടാൽ അത് ആരാണ് ഞാൻ? ലാ. ഒന്നുകൂടെ കേൾക്കണേ, ഒന്നുകൂടെ കേട്ട ഉത്തരം പറയണേ. ഫതഹിട്ടാൽ ലാസ്റ്റ് ഉത്തരം പറഞ്ഞാൽ മതിയേ. ലാസ്റ്റ് ഉത്തരം പറഞ്ഞാൽ മതിയാ. ശരിയാ? ഫതഹിട്ടാൽ അത് ലാ ആണ്. ഉത്തരം പറയാനായിട്ടില്ല. ചോദ്യം കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. ഉത്തരം പറയല്ലേ. ഉത്തരം ലാസ്റ്റ് വന്നാ മതി കേട്ടാ. ഫതഹിട്ടാൽ അത് ലാ ആണ്, കസറിട്ടാൽ അത് ലീ ആണ്, ലമ്മിട്ടാൽ അത് ദൂ ആണ്. ആരാണതെന്ന് പറയാമോ? ഇയാളുടെ പേര്? വെരി ഗുഡ്, വെരി ഗുഡ്, അടിപൊളി. അപ്പൊ എല്ലാ മക്കളും ഇനി ചെയ്യേണ്ടുന്ന പരിപാടി നോക്കണം, ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? ബോർഡില് ഉസ്താദ് കുറെ വാക്കുകൾ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കുന്നില്ലേ? ഇതിന്റെ പേരെന്നാ? ഐറ മുസ്തഫ, ഐറ. ഇതിന്റെ പേര് ലാ എന്നാണോ? ലാം. രണ്ടാമത്തെ അക്ഷരത്തിന്റെ പേര് ഓർമ്മ വേണം. ഇതെന്താ വേണമെന്ന് അറിയാ? ഉസ്താദ് പറയുന്ന പോലെ ലാ ബി ഇത് കൊണ്ട് വായിക്കുമ്പോൾ ലബിന്ന് വായിക്കും. ലാമിനും ബായിനും ഉസ്താദ് ഒന്നും ഇട്ടിട്ടില്ല. അതെന്ത് ചെയ്യണോ? ഇതിനെ ലാ നാക്കണം, ഇതിനെ ലാമിനെ ലാ നാക്കണം, ബായിനെ ബി നാക്കണം. കേട്ടോ? ഇതിന് മനസ്സിലായോ? ഇനി തെറ്റരുത്. ഇത് എഴുതി കഴിഞ്ഞാൽ ഉസ്താദൊക്കെ മാർക്ക് തരും. അതായത് ലാമിനെ ലാ എന്നാക്കിയാൽ എഴുതിയാല് 1 മാർക്ക്, ബായിനെ ബി എന്നാക്കിയാല് 2 മാർക്ക്, 2 മാർക്ക് കിട്ടും. ഏത്? ഇത് പറഞ്ഞു, അത് എഴുതിയിട്ട് പറഞ്ഞു കേട്ടാ. അപ്പൊ ലബീനുൻ എന്ന് വായിക്കണം. ഇവിടെ നോക്ക്, ഇവിടെ അതേപോലെ ലാമുണ്ട്, ബാളുണ്ട്, ഇതൊന്നും എഴുതിയിട്ടുണ്ട്. അത് ഉസ്താദ് കുറച്ച് കഴിഞ്ഞപാട് പറയും കേട്ടാ. അത് പറഞ്ഞ പോലെ എഴുതണം. ഇവിടെ നോക്ക്, ഇവിടെ നോക്കാത്ത വെള്ളം കൊടുക്കാൻ വിടില്ല. ലാമുണ്ട്, ബാ ഉണ്ട്, ദുൻ. ഇതെന്താ ആക്കണം ഉസ്താദ് കുറച്ചു പറഞ്ഞു തരും കേട്ടാ. അതുപോലെ ലാസ്റ്റ് ബാ ദാല് ലാമ് പറയുന്നത് പോലെ ഓരോന്നിനും ഫതഹ് കൊടുക്കും. ഒന്ന് കൂടെ പറഞ്ഞതാ. അതായത് ഇവിടെ ലാമുണ്ട്, ബാ ഉണ്ട്, ഇത് രണ്ടിനും ലബീനുൻ എന്ന് എഴുതുമ്പോൾ നിങ്ങൾ ലാമിന് എന്ത് കൊടുക്കണം, ബാന് എന്ത് കൊടുക്കണം? അത് നിങ്ങൾ നോട്ടിൽ എഴുതണം. രണ്ടാമത്തത് ലാമുണ്ട്, ബാ ഉണ്ട്, ലബീനുൻ എന്ന് പറയുമ്പോ ഇവിടെ ലാമിന് എന്ത് കൊടുക്കണം, ബാന് എന്ത് കൊടുക്കണം? നിങ്ങൾ ശ്രദ്ധിച്ചതാണ്. മൂന്നാമത് ലാമുണ്ട്, ബാലുണ്ട്, ലോബാദുൻ. നാലാമത് ബാഗുണ്ട്, നടുക്ക് ദാലുണ്ട്, ലാമുണ്ട്, ബാദാലുൻ. അപ്പൊ ഉസ്താദ് പറയുമ്പോൾ ഒന്നാമത്തെ എല്ലാവരും എഴുതിക്കോളെ ലബീനുൻ. എഴുതിയാക്ക് ഞാൻ നോക്കിയിട്ട് ശരി തരും കേട്ടാ. അപ്പൊ ഒന്നാമത്തെ എല്ലാവരും പറഞ്ഞാട്ടെ. ലാമിനെ ലാ എന്നാക്കണമെങ്കിൽ ഉസ്താദ് എന്താ കൊടുക്കണ്ടേ? എഴുതാൻ പോലെ മേലെ ഫതഹ കിട്ടോ? അല്ലല്ല, ഇപ്പൊ എന്താ വായിച്ചത്? ഇതൊരു വട്ടം ഉസ്താദ് കാണിച്ചു തരും കേട്ടാ. ഇനി ഇതൊന്നും കാണിച്ചു തരൂല. ഇനി രണ്ടാമത്തെ ബായിനെ ബീനാക്കണം. എന്താ പറഞ്ഞേ? കസറിട്ട്. ഓക്കെ. ഇപ്പൊ എന്തായി? വായിച്ചേ.
വായിച്ചോക്കെ. ഒരാളെ വായിക്കുന്നില്ല, ഒറ്റൊരാളെ വായിക്കുന്നുള്ളൂ. ലബനോൻ, ലബനോൻ. ഇനി രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിച്ചോളെ. ഇനി നിങ്ങൾക്ക് ഒരു മോഡൽ കാണിച്ചു തന്നിട്ടാ. ഇനി രണ്ടാമത് ഇതിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. 2, 4, 6, 6 മുതൽ 9 മാർക്ക് കിട്ടിയാല് ടോപ്പ് സ്കോററായി. ഇതിന് 2, ഇതിന് 2, ഇതിന് 2, 6 മാർക്ക്, ഇതിന് 3 മാർക്ക്, 9 മാർക്ക് കിട്ടിയാല് ടോപ്പ് സ്കോററായി കേട്ടോ. മനസ്സിലായ? എല്ലാവർക്കും തെറ്റില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അതിന് രണ്ടാമത്തെ വാക്ക് പിന്നെ പറയുന്നുണ്ട് കേട്ടോ. സ്വല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ അഹ്മദൽ മുസ്തഫ സയ്യിദിൽ മുർസലീൻ. സ്വല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ അഹ്മദൽ മുസ്തഫ സയ്യിദിൽ മുർസലീൻ.